പശ്ചിമേഷ്യയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുകയാണോ? ഇറാന്റെ ആണവമോഹങ്ങൾ തകർക്കാനും അവിടെ ഭരണമാറ്റം കൊണ്ടുവരാനും ലക്ഷ്യമിട്ട് തുടങ്ങിയ യുദ്ധം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വഴിത്തിരിവിലാണ്. ഇറാനിൽ ഉയർന്നു വരുന്ന പുതിയൊരു പ്രതിഭാസം അമേരിക്കയെ മാത്രമല്ല ലോകത്തെ ആകെ ഭയപ്പെടുത്തുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം കൊണ്ടുവരാനുമുള്ള ട്രംപിന്റെ പുതിയ തന്ത്രങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഇറാനിൽ നേരിടുന്നത്. ഫെബ്രുവരി 28 ആരംഭിച്ച ഈ പോരാട്ടത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും മുതിർന്ന റവല്യൂഷണറി ഗാർഡ് കമാൻഡർമാരുമടക്കം 150ഓളം ഉന്നത ഉദ്യോഗസ്ഥരാണ് അമേരിക്കൻ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ടത്. എന്നാൽ ഇതിലൂടെ ഇറാന്റെ ഏകാധിപത്യ അധികാര ഘടന തകർന്നപ്പോൾ പകരം അധികാരം കൈയാളുന്നത് അതിതീവ്ര നിലപാടുകാരായ രണ്ടാം നിര ഉദ്യോഗസ്ഥരാണ്. അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകളെ പൂർണ്ണമായും എതിർക്കുന്ന യുവതലമുറയിൽപ്പെട്ട ഈ പ്രാദേശിക കമാൻഡർമാരാണ് ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഉപരോധങ്ങൾ നീക്കുന്നതിന് പകരമായി ഇറാൻ ആണവ നിലയങ്ങൾ പൊളിച്ചു നീക്കണം എന്നതടക്കമുള്ള 15 സമാധാന പദ്ധതിയുമായി അമേരിക്ക മുന്നോട്ട് പോകുമ്പോഴാണ് ഈ വലിയ പ്രതിസന്ധി ഉടലെടുക്കുന്നത്. വളരെ ഫലപ്രദമായ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇറാൻ സൈന്യം ഇത് പൂർണ്ണമായും ഇപ്പോഴും തള്ളിക്കളയുകയാണ്. അമേരിക്ക അവരവർക്കുള്ളിൽ തന്നെയാണ് ചർച്ച നടത്തുന്നത് എന്ന് പരിഹസിച്ച ഇറാൻ സൈനിക വക്താവ് ഒരിക്കലും അമേരിക്കയുമായി ഒത്തുതീർപ്പിനില്ലെന്നും വ്യക്തമാക്കി. പഴയ തലമുറയിലെ ശേഷിക്കുന്ന നേതാക്കൾ സമാധാനത്തിന് തയ്യാറായാൽ പോലും ഈ യുവ കേണൽമാർ അവരെ വകവരുത്താൻ സാധ്യതയുണ്ടെന്നാണ് അമേരിക്കൻ ഇറാനിയൻ കൗൺസിൽ പ്രസിഡന്റ് ഹുഷാങ് അമീർ അഹ്മാദി BBC റേഡിയോ പ്രോഗ്രാമിലൂടെ നൽകിയ മുന്നറിയിപ്പ്. മുതിർന്ന ഉദ്യോഗസ്ഥർ സമാധാന ചർച്ചകൾ നിഷേധിക്കാൻ കാരണവും ഈ രണ്ടാം നിരക്കാരോടുള്ള ഭയം തന്നെയാണ്. ഇറാന്റെ 31 പ്രവിശ്യകളുടെയും നിയന്ത്രണം ഇപ്പോൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ പ്രാദേശിക ഉദ്യോഗസ്ഥരുടെ കൈകളിലാണ്. ഖമേനിയുടെയും ജനറൽമാരുടെയും മരണത്തോടെ സൈനിക അധികാരം വ്യാപകമായി വിഭജിക്കപ്പെടുകയും ഓരോ പ്രദേശത്തെയും ഉദ്യോഗസ്ഥർക്ക് സ്വന്തം നിലയ്ക്ക് ആക്രമണ ഉത്തരവുകൾ നൽകാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. കേന്ദ്രീകൃതമല്ലാത്ത ഈ അധികാര ഘടനയാണ് ലോകം വഹിക്കുന്ന ഏറ്റവും വലിയ അപകടം. ആരുമായും ചർച്ചയ്ക്ക് തയ്യാറല്ലാത്ത ഒരു സായുധ സംഘമായി അവർ മാറിയിരിക്കുന്നു. സമാധാന ശ്രമങ്ങൾ വഴിമുട്ടുമ്പോഴും പശ്ചിമേഷ്യയിൽ ചോരക്കളി തുടരുകയാണ്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള മിസൈൽ ആക്രമണങ്ങൾക്ക് ശമനമില്ല. ടെഹ്റാനിൽ ദീർഘദൂര ക്രൂയിസ് മിസൈലുകൾ വികസിപ്പിക്കുന്ന 2 കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ പ്രതിരോധ സേന ആക്രമണം നടത്തി. ലെബനനിൽ ബുധനാഴ്ച തെക്കൻ സിഡോൺ മേഖലയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 6 ജീവനുകളാണ് പൊലിഞ്ഞത്. അഡ്ലൌൺ പട്ടണത്തിൽ 4 മിയ അഭയാർത്ഥി ക്യാമ്പിൽ 2 പേരും കൊല്ലപ്പെട്ടു. ഒരു വശത്ത് കേന്ദ്ര നേതൃത്വം ഇല്ലാത്ത ചിതറിത്തെറിച്ച് എന്നാൽ കൂടുതൽ അപകടകാരികളായ ഇറാനിയൻ പ്രാദേശിക സേന, മറുവശത്ത് ലക്ഷ്യത്തിലെത്താതെ കുഴയുന്ന സമാധാന തന്ത്രങ്ങൾ. പശ്ചിമേഷ്യയുടെ ഭാവി എങ്ങോട്ട് എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്.